ഹലോ എവരിവൺ, സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആൻസർ കീ വന്ന ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഏത് രീതിയിലാണ് നമ്മൾ നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ എങ്ങനെ ചലഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ആൻസർ കീ നൽകുന്ന ആൻസർ കീ എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആൻസർ കീ ചലഞ്ച് ചെയ്യാനായിട്ട് NDAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചലഞ്ച് പ്രൊഫഷണൽ ആൻസർ കീ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. അവിടെ തന്നെ നിങ്ങൾ നേരത്തെ പബ്ലിക് നോട്ടീസ് ഉണ്ട്, നിങ്ങൾക്ക് ആ കാര്യങ്ങളൊന്ന് വായിച്ച് നോക്കാം. കാരണം 3 സബ്ജക്റ്റുകളുടെ അവൈലബിൾ അല്ല: ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി. അതുമായി ബന്ധപ്പെട്ടിട്ട് മുഴുവൻ കാര്യങ്ങൾ എന്താണ് അതിൽ സംഭവിക്കാൻ പോകുന്നത്, ഏത് രീതിയിലാണെന്നുള്ളത് മുഴുവൻ കാര്യങ്ങളും നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചലഞ്ച് പ്രൊഫഷണൽ ആൻസർ കീ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ലഭിക്കും. അവിടെയും ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ലിങ്കിലും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഏരിയ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡ് കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്യാം. ഇത് ഏതെങ്കിലും രീതിയിൽ എറർ കാണിക്കുന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള ലോഗിൻ നിങ്ങൾ ഒഴിവാക്കുക. 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം വീണ്ടും ട്രൈ ചെയ്യാം. ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ NDA കോൺടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിവൈസ് ഒന്ന് നോക്കേണ്ടതായിട്ടൊക്കെ വരും. സോ അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞ് അഥവാ നിങ്ങൾക്ക് സെർവർ ബിസി ഇഷ്യൂ കൊണ്ട് ലഭിക്കുന്നില്ലെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത തവണ നോക്കുക എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അതേപോലെ തന്നെ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ ഒന്ന് കേട്ട് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് നോക്കുക. ഇതിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൃത്യമായിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇവിടെ നിങ്ങളുടെ പേര് കാണാൻ സാധിക്കും, ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്, ആപ്ലിക്കേഷൻ നമ്പർ 2 സ്ഥലത്ത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ 2 കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തേത് നമ്മുടെ ചോദ്യം, നമ്മൾ നൽകിയിരിക്കുന്ന ആൻസർ. രണ്ടാമത്തേത് അതിന്റെ ശരിയായ ഉത്തരം, അത് NDA നൽകിയിരിക്കുന്നത്. ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് കാണാൻ സാധിക്കും. അതായത് നമുക്ക് ലഭിച്ച ക്വസ്റ്റ്യനും നമ്മൾ എഴുതിയിരിക്കുന്ന ഉത്തരവും. വലത്തെ അറ്റത്തായിട്ട് നമുക്ക് പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. പ്രിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമ്മുടെ മുഴുവൻ ചോദ്യങ്ങളും നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും പഴയ പേജിലേക്ക് തന്നെ വരിക. അവിടെ നമുക്ക് ക്ലിക്ക് ടു വ്യൂ ചലഞ്ച് ആൻസർ കീ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ID കാണാൻ സാധിക്കും. NDA നൽകിയിരിക്കുന്ന ആൻസർ കാണാൻ സാധിക്കും. അതിന്റെ 4 ഓപ്ഷനും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ID ആയിരിക്കണം നമ്മൾ നോക്കേണ്ടത്. ചോദ്യ നമ്പർ അല്ല, സീരിയൽ നമ്പർ നോക്കരുത്. ക്വസ്റ്റ്യൻ ID, ഈ ക്വസ്റ്റ്യൻ ID നോക്കുക. എന്നതിന് ശേഷം നമ്മൾ എഴുതിയിരിക്കുന്ന ആൻസർ നോക്കുക. എന്നതിന് ശേഷം NDA തന്നിരിക്കുന്ന ശരി ഉത്തരം ഇതാണ് അതിന്റെ ശരിയായ ആൻസർ. നമ്മൾ അതേ ശരി ഉത്തരമാണ് എഴുതിയതെങ്കിൽ അവിടെ നമുക്ക് 2 മാർക്ക് ലഭിക്കും. ഇനി ഏത് രീതിയിലാണ് ഇത് ചലഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ID തന്നെ എടുക്കാം. നമുക്ക് 48-195 ക്വസ്റ്റ്യൻ ID വരുന്നത്. 31-901 അവസാനത്തെ 5 അക്കമാണ് പറയുന്നത് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി നമ്മൾ നൽകിയ ഉത്തരം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ റെസ്പോൺസ് ഷീറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ വലത്തെ അറ്റത്ത് നമുക്കിങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ID ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ID കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഴുതിയിരിക്കുന്ന ഉത്തരം 903 ആണ്. 431903 ആണ് ഉത്തരം. ഓക്കെ, ക്വസ്റ്റ്യൻ ID 48-195, നമ്മൾ എഴുതിയിരിക്കുന്ന ആൻസർ 431903. ഇതാണ് ആൻസർ വരുന്നത്, നമ്മൾ കൊടുത്തിരിക്കുന്ന ആൻസർ വരുന്നത്. ഇനി നമ്മൾ NDAയുടെ ആൻസർ കീയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയതാണ് 48-195 ക്വസ്റ്റ്യൻ ID. നമ്മൾ നൽകിയിരിക്കുന്ന ഉത്തരം 43-1903 ആണ്. ഓക്കെ, ഈ ഉത്തരം NDAയുടെ ആൻസർ കീ പ്രകാരം തെറ്റാണ്. NDAയുടെ ആൻസർ കീ വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്, 43-1901 എന്നുള്ളത്. 2 മാർക്ക് ഇവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ നമുക്ക് ഈ 2 മാർക്ക് ലഭിക്കില്ല. ഇനിയാണ് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഇനി എങ്ങനെ ചലഞ്ച് ചെയ്യണം? നമ്മൾ നൽകിയിരിക്കുന്ന ഉത്തരമാണ് ശരി എന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ആ ഒരു ആൻസർ നമ്മളിവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഏതൊക്കെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ശരിയാണെന്ന് ബോധ്യമുണ്ടോ ഉത്തരങ്ങളൊക്കെ തന്നെ സെലക്ട് ചെയ്യുക. ചിലപ്പോൾ NDA തന്നിരിക്കുന്ന ഉത്തരം ആയിരിക്കില്ല, നിങ്ങൾ നൽകിയ ഉത്തരമാണ് ശരിയെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ചിലവാകുന്നത് 200 രൂപയാണ്. അപ്പോൾ ഓരോ ചോദ്യത്തിനും 200 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ഫീ അടക്കണം. അപ്പോൾ നമ്മളിവിടെ ഒന്ന് സെലക്ട് ചെയ്തു, നമ്മളൊരു ചോദ്യം സെലക്ട് ചെയ്തു. ഇവിടെ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്.
നമ്മൾ ഓൾറെഡി ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വിൻഡോ പിന്നെ ഓപ്പൺ ചെയ്ത് കിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ചലഞ്ച് ചെയ്യുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യും, വിൻഡോ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഒരു ഡേറ്റ് വരെ നമുക്ക് ഡേറ്റ് വരുന്നത് 16, 17, 18, 18-ാം തീയതി രാത്രി 11:59 വരെ മാത്രമേ നമുക്കിതിന് സമയമുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നതിന് ശേഷം നമ്മളിവിടെ സേവ് യുവർ ക്ലെയിം എന്നുള്ള ഭാഗത്ത് കൊടുക്കുക. നമ്മൾ ഇവിടെ കൊടുക്കുന്നില്ല. സേവ് യുവർ ക്ലെയിം എന്നുള്ള ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീ അടക്കാനായിട്ടുള്ള ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങളാണോ നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നത്, ഒരു ചോദ്യമാണെങ്കിൽ 200, 2 ചോദ്യമാണെങ്കിൽ 400, അങ്ങനെ എത്ര ചോദ്യമാണ്, 10 ചോദ്യമാണെങ്കിൽ 2000 രൂപ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യം മാത്രമാണെങ്കിൽ 200 രൂപ നിങ്ങൾക്ക് പേ ചെയ്യാം. ഇങ്ങനെ ചലഞ്ച് ചെയ്യാനുള്ള എമൗണ്ട് അടച്ചുകൊണ്ട് ആ ചോദ്യം നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. ക്ലെയിമിലേക്ക് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങളോട് ചോദിക്കും. അങ്ങനെയുള്ള എവിഡൻസ് PDF രൂപത്തിലാക്കിയിട്ട് 20 MB താഴെ മറ്റോ ആണോ ആ PDF വേണ്ടത്, അങ്ങനെ PDF രൂപത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ആൻസർ കീ നമുക്ക് പ്രിന്റ് എടുത്ത് വെക്കാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറ്റും. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. മാക്സിമം നമുക്ക് നമ്മുടെ സ്ക്രീൻ ചെറുതാക്കിയതിന് ശേഷം നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറ്റും. അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടും അത് നോക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മലയാളത്തിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ 50 ചോദ്യങ്ങൾ ഫസ്റ്റ് പേപ്പറിന്റെയും പിന്നെ വരുന്ന 100 ചോദ്യങ്ങൾ മലയാളത്തിൻ്റെതുമാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങളാണ് ഇനി മലയാളത്തിൽ ചലഞ്ച് ചെയ്യാനുള്ളത്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ചാനലിൽ അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം, നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചലഞ്ച് ചെയ്യേണ്ടത്. ചോദ്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതും ചലഞ്ച് ചെയ്യേണ്ടതും ഇങ്ങനെയാണ്. മനസ്സിലാക്കണം, പലരും തെറ്റുകൾ വരുന്നതാണ്. ക്വസ്റ്റ്യൻ ഐഡി ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. NDA തന്നിരിക്കുന്ന ഉത്തരം നോക്കുക, നമ്മൾ തന്നിരിക്കുന്ന ഉത്തരം നോക്കുക. അത് NDA തന്നിരിക്കുന്ന ഉത്തരം ശരിയാണ്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഉത്തരം ശരിയാണെങ്കിൽ നമുക്കതിന്റെ മാർക്ക് ലഭിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിലും കൃത്യമായിട്ടും വ്യക്തതയോടുകൂടി നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.